നിങ്ങൾക്ക് കോൾ വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. ഞാൻ എടുക്കട്ടെ. എന്താണ് അമ്പലത്തിൽ തമാശ കളിക്കുന്നത്? അവനെന്താ കൊച്ചുകുട്ടിയാ? താഴെ ഇറക്ക്. ഇവൻ എനിക്ക് എപ്പോഴും കൊച്ചുകുട്ടിയല്ലേ. അതെ, എനിക്ക് അസൂയ തന്നെ. നടക്ക്. വാ വാ വാ. ദേവേനി, എന്തുപറ്റി? നിനക്കൊന്നും സുഖല്ലേ? ശരീരത്തിന് ഒരു കുഴപ്പമില്ല, മനസ്സാണ് ശരിയല്ലാത്തത്. അതാ എന്താണെന്ന് ചോദിച്ചത്. വിക്രമിന്റെ കല്യാണത്തെ കുറിച്ച് ആലോചിച്ച അമ്പലത്തിൽ ജോഡിയായി ഭാര്യ ഭർത്താക്കന്മാരെ കാണുമ്പോ എന്റെ മകനും ഇതുപോലൊരു ജീവിതം കിട്ടിയില്ലെന്ന് ഓർത്തുള്ള വിഷമ. ഏതൊരാണിനും സ്വത്ത്, സുഖം, അന്തസ്, അഭിമാനം ഇതൊക്കെ ഉണ്ടെങ്കിലും സ്വന്തം ഭാര്യ എന്ന് പറഞ്ഞൊരുത്തി കൂടെയില്ലെങ്കിൽ പിന്നെ അവന്റെ ജീവിതം ശൂന്യമാ. വിക്രം ഒരുപക്ഷെ അവന്റെ മകന്റെ മുൻപിൽ ഹീറോ ആയിരിക്കാം, എന്നാൽ സ്വന്തം ജീവിതത്തിൽ സീറോയാ. വിക്രമനോട് അതിനെപ്പറ്റി സംസാരിച്ചാലേ അവൻ ദേഷ്യപ്പെടാ. അവനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി രണ്ടാം കല്യാണത്തിന് സമ്മതിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആറ്റുനോറ്റ് വളർത്തിയ എന്റെ മോന്റെ ഭാവി ആ ശ്രീകോവിലിരിക്കുന്ന ദേവി വിചാരിച്ചാലേ അത് മാറ്റാൻ കഴിയും. ശരി, വാ. വിജി, നമുക്ക് ആ നവഗ്രഹത്തെ ഒന്ന് ചുറ്റിട്ട് വന്നാലോ? അമ്മേ, നിങ്ങൾ പോയിക്കോ, എന്റെ കാല് വേദന എടുക്കുന്നു. ഞാൻ എവിടെ ഇരുന്നോട്ടെ? ഏയ്, ഒറ്റയ്ക്കൊന്നും വിടില്ല. അമ്മ വേണമെങ്കിൽ എടുക്കാം, വാ. വേണ്ട അമ്മേ, നിങ്ങൾ പോയിട്ട് വാ. ഏയ്, ഒറ്റയ്ക്ക് വിടാൻ പേടിയേട്ടാ. എവിടെയെങ്കിലും കാണാതെ പോയാലോ? അതിന് ദേവ് ഉള്ളിലിരിക്കല്ലേ, ഓടി വന്നെന്നെ രക്ഷിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. ഒരു കുഞ്ഞ് വീരപുത്രി പ്രസവിച്ചിട്ട് എന്തിനാ വിജി വെറുതെ പേടിക്കുന്നേ? ശരി, ഇത് നോക്ക്. എവിടെയും പോവാതെ ഇവിടെ തന്നെ ഇരിക്കണം. ഓക്കെ? ഓക്കെ. ഗുഡ് ഗേൾ. ശരി, നമുക്ക് ഇവിടെ തന്നെ നിൽക്കണേ. അച്ഛാ, ഒരു പഴം തന്നെ, എനിക്കൊന്ന് ആലോചിക്കണം. ഞാൻ വിളിച്ചോരാ. അച്ഛാ, ആ ആന്റി കുതിരയുടെ ചെവിയിലെന്തോ സ്വകാര്യം പറയുന്നുണ്ടല്ലോ, എന്തായിരിക്കും അച്ഛാ? അവന്റെ ഓരോരോ ചോദ്യങ്ങൾ കേട്ടില്ലേ? എടാ, അത് കുതിരയല്ല, അതാണ് നന്ദി. അതെയോ? അതിന്റെ ചെവിയിൽ പറഞ്ഞ മനസ്സിലാവോയിന്? കവിനെ, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മനസ്സില് എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലേ? അതേ, ആ നന്ദിയുടെ ചെവി പറഞ്ഞ നന്ദി അവിടെ ഓടിപ്പോയി അകത്തുള്ള ദൈവത്തോട് പറഞ്ഞ് നമ്മൾ ആഗ്രഹിച്ചത് നിറവേറ്റിത്തരും. അതാണ് ഈ നന്ദിയുടെ പ്രത്യേകത. അങ്ങനെയാണോ? ഞാനിപ്പോ നീ ഇതെങ്ങോട്ടാ? നന്ദിയുടെ ചെവിയില് ഒരു കാര്യം പറഞ്ഞിട്ട് വരാം. എടാ, എന്താ പറയാൻ പോകുന്നേ? അത് ഞാനും നന്ദിയും കൂടിയുള്ള സീക്രറ്റാ. നന്ദി, എന്റെ സ്കൂളിലെ പ്രിൻസിപ്പൾ ഉണ്ടല്ലോ, എന്നെ എപ്പോ നോക്കിയാലും ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. അവരേതെങ്കിലും വെള്ളമില്ലാത്ത നാട്ടിലേക്ക് പറഞ്ഞയക്ക്.
വേറെ നല്ല അംബിഷൻ എനിക്കിതാ. പ്ലീസ് വേഗം പോയി ദൈവത്തിനോട് പറ. പറയാൻ പറഞ്ഞത് കേട്ടില്ലേ? എന്റെ മുത്തശ്ശി നന്ദി പോകുന്നില്ല. മോനെ, അതൊരു ശിലയാടാ. അതിനകത്തുള്ള ശക്തി ദൈവത്തിനോട് പോയി പറഞ്ഞു കൊടുക്കും. ശക്തിയോ? അതെങ്ങനെ ഉണ്ടാവും മുത്തശ്ശി? അത് കണ്ണിന് കാണാൻ കഴിയില്ലടാ. എന്തൊക്കെയാ മുത്തശ്ശി പറയുന്നത്? ഓ എടാ കവിനെ, നീ പറഞ്ഞ കാര്യേ ഇന്ന് രാത്രി തന്നെ നന്ദി ദൈവത്തോട് പോയി പറഞ്ഞോളൂടാ. നീ ഒന്ന് സമാധാനിക്കേ. ഇങ്ങ് വാ. വാ വാ. ശരി, ഞാനും എന്റെ മനസ്സിലുള്ളൊരു കാര്യം നന്ദിയോട് പറഞ്ഞിട്ട് വരാം. ചെല്ല്. ഡാഡാ, നിന്റെ അച്ഛമ്മ എന്തോ പറയാൻ പോകുന്നുണ്ടല്ലോ. നന്ദി, എന്റെ മകൻ ഇങ്ങനെ തനിച്ച് ജീവിക്കുന്നത് കാണുമ്പോ എന്റെ മനസ്സിന് വല്ലാത്ത വേദന. അവനെ കൊണ്ടൊരു നല്ല കല്യാണം കഴിപ്പിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ അവൻ അതിന് സമ്മതിക്കുന്നില്ല. അവനെ നീ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. അച്ഛമ്മ എന്തായി പ്രാർത്ഥിക്കുന്നത്? അറിയില്ലടാ. അച്ഛമ്മ എന്താ പ്രാർത്ഥിച്ചത്? പ്രാർത്ഥന വേറെ ആരോടും പറയാൻ പാടില്ല. അച്ഛമ്മ അതിനിപ്പോ പറഞ്ഞില്ലേ? ഞാനെപ്പോഴാ പറഞ്ഞത്? ആ നന്ദിയോട് പറഞ്ഞില്ലേ? നന്ദിയോട് പറയാം, എന്നാ വേറെ ആരോടും പറയാൻ പാടില്ല. ശരി അച്ഛമ്മേ. അച്ഛനൊന്നും പ്രാർത്ഥിക്കുന്നില്ലേ? എന്തെങ്കിലും പ്രാർത്ഥിക്കേ. ഓരോരുത്തരും തനിച്ച് പ്രാർത്ഥിച്ച നന്ദിക്ക് ഓടി ഓടി കാല് വേദനിക്കില്ലേ? മൊത്തം ഒന്നിച്ചങ്ങോട്ട് പറഞ്ഞ അതിനൊരു പ്രാവശ്യം പോയാ പോരെ? പോച്ചാ പോയി പ്രാർത്ഥിക്കേ. ശരി, ഞാനും എന്റെ ആവശ്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വരാം അല്ലേ? ഈ ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ മോൻ കവിന്. കേക്കുന്നില്ലല്ലോ. എന്റെ പെൺകുഞ്ഞിനെ ഞാൻ നഷ്ടപ്പെടുത്തി. അവളോട് കാണിക്കുന്ന സ്നേഹം കൂടി ചേർത്ത് ഞാൻ കവിന് കൊടുക്കുന്നോണ്ട് എന്റെ അമ്മയാണെങ്കിൽ ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ച് വഷളാക്കുന്നു പറയുന്നത്. എന്റെ കവിന് ഈ ലോകത്ത് ഒരു കുറവും വരാത്ത രീതിയിൽ അവനെ നല്ല രീതിയിൽ വളർത്തണം. അതിനൊരു തടസ്സവും വരാതെ നീ തന്നെ നോക്കണം. എന്താ അച്ഛൻ പ്രാർത്ഥിച്ചത്? നിന്റെ അച്ഛൻ നീ നന്നായിരിക്കണമെന്നാ പ്രാർത്ഥിക്കുക. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നല്ലാതെ അവന്റെ ജീവിതത്തിൽ വേറെ എന്താ ലക്ഷ്യമുള്ളത്? ശരി, വാ, നമുക്ക് ദേവിയുടെ മണ്ഡപത്തിൽ പോയിട്ട് വരാം. വാ. അച്ഛാ, നിങ്ങൾ കവനെ കൂടെ കൂട്ടിക്കോ. എനിക്കൊരു ഇമ്പോർട്ടന്റ് കോൾ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വന്നോളാം. ശരി, വേഗം വാ വാ. എന്താ മോളെ? ആന്റി എന്താ ശിലയോട് പറഞ്ഞോണ്ടിരുന്നേ? ആന്റി പറയണത് അതിന് കേൾക്കാൻ പറ്റോ? കേൾക്കുമെന്നോ? നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അത് ചെന്ന് നന്ദിയുടെ ചെവി പറഞ്ഞ അത് പോയി അകത്ത് ദൈവത്തോട് പറയും. നമ്മുടെ ആഗ്രഹം തീർച്ചയായും നടക്കും മോളെ. വല്ല സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്.
നന്ദി, എന്റെ അമ്മ എന്നെ വത്സരവക്കത്തുള്ള ആരൻ പബ്ലിക് സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുക. ആരൻ പബ്ലിക് സ്കൂളോ? എന്റെ മോൻ പഠിക്കുന്ന അവിടെയല്ലേ? എന്നാ അമ്മയുടെ കയ്യില് അതിനുള്ള കാശില്ല. 1.5 ലക്ഷം രൂപ ഫീസ് അടയ്ക്കാനാ പറഞ്ഞത്. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന എനിക്ക് 1.5 ലക്ഷം രൂപ ഫീസ് അടയ്ക്കാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെടുക. എല്ലാരോടും കടം ചോദിച്ചോണ്ടിരിക്ക. അയ്യോ, എനിക്ക് അച്ഛനുണ്ടായിരുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും അടച്ചേനെ. എനിക്ക് അച്ഛനില്ലാതായി പോയില്ലേ. അതുകൊണ്ട് എന്റെ അമ്മയെ വെറുതെ കഷ്ടപ്പെടുത്തരുത്. എന്റെ അമ്മ ഇതുവരെയായിട്ടും ആരോടും കടം ചോദിച്ചിട്ടേ ഇല്ല. അത് അമ്മയ്ക്ക് ഒരുപാട് മടിയാ. അങ്ങനെയുള്ള എന്റെ അമ്മയെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു? എന്നെ ആ സ്കൂളിൽ തന്നെ ചേർക്കണമെന്ന് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹ. അമ്മയുടെ മനസ്സ് മാറ്റാൻ സഹായിക്കണേ. അമ്മ വേദനിക്കണ്ട. പാവം കുട്ടി, എന്ത് രസമായിട്ടാ സംസാരിക്കുന്നേ. നന്ദി, നീ എന്റെ പ്രാർത്ഥന മാത്രം കേട്ടാ പോരാ. ഇവിടെ വന്ന് നിന്റെ ചെവിയിൽ ഒരുപാട് പേര് ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചില്ലേ? അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ദൈവത്തിനോട് പറഞ്ഞ് സാധിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഉം. ബൈ.